ഹലോ, നമസ്കാരം. എന്റെ പേര് ജോ. എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധങ്ങളെക്കുറിച്ചാണ്. 2025 ഏപ്രിൽ 22 26 വിനോദസഞ്ചാരികളുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധത്തിൽ ഗുരുതരമായ വഷളാകലിന് കാരണമായി. സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചു. അറ്റാരിവാഗ് അതിർത്തി അടച്ചുപൂട്ടി പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ആക്രമണാത്മക അതിർത്തി നിയന്ത്രണത്തിന്റെയും നയതന്ത്ര നടപടികളുടെയും ഭാഗമായി നയതന്ത്ര ബന്ധങ്ങൾ തരംതാഴ്ത്തി. ഇതിനു മറുപടിയായി പാകിസ്ഥാൻ സ്വന്തം നടപടികൾ സ്വീകരിച്ചു. ഉദാഹരണത്തിന് കര അതിർത്തികളും വ്യോമാതിർത്തിയും സുരക്ഷിതമാക്കുക, ഉഭയകക്ഷി കരാറുകൾ നിർത്തലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഈ സാഹചര്യത്തിന്റെ ഫലമായി ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ അപകടകരമായ ഒരു തന്ത്രപരമായ സംഘർഷത്തിലാണ്. 1947 മുതൽ ഇന്ത്യയും പാകിസ്ഥാനും 4 യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, പ്രധാനമായും കശ്മീർ മേഖലയെ ചൊല്ലി. 1947 മുതൽ 48 സംഘർഷം ഒരു സ്തംഭനാവസ്ഥയിൽ അവസാനിച്ചു. 1965 യുദ്ധം ഇപ്പോഴും തർക്കത്തിലാണ്. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ പ്രസ്ഥാനം ആരംഭിച്ച 1971 യുദ്ധം ഇന്ത്യയ്ക്ക് ഒരു പ്രധാന വിജയത്തിൽ കലാശിച്ചു. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചു. കൂടാതെ സിയാച്ചിൻ സംഘർഷം 1984 മുതൽ 2003, 2001 മുതൽ 2002 ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷങ്ങൾ തുടങ്ങിയ സംഘർഷങ്ങൾ പ്രാദേശിക സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടി. 1947 സ്വാതന്ത്ര്യം നേടിയതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും നിരവധി യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ഒന്നാം ഇന്ത്യ-പാക് യുദ്ധം 1947 മുതൽ 1948 സ്വാതന്ത്ര്യലബ്ധിക്കുശേഷം കശ്മീർ മേഖലയെ ചൊല്ലിയുള്ള പോരാട്ടം വെടിനിർത്തലിലും നിയന്ത്രണ രേഖ (LOC) സ്ഥാപിക്കുന്നതിലും അവസാനിച്ചു. രണ്ടാം ഇന്ത്യ-പാക് യുദ്ധം 1965 കശ്മീരിനെ ചൊല്ലിയുള്ള മറ്റൊരു സംഘർഷം സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ 1966 താഷ്കന്റ് ഉടമ്പടിയോടെ അവസാനിച്ചു. 1971 ഇന്ത്യ-പാക് ബംഗ്ലാദേശ് വിമോചന യുദ്ധം ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ തുടക്കമായിരുന്നു അത്. ഇത് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഇന്ത്യയ്ക്ക് ഒരു നിർണായക വിജയം. കാർഗിൽ യുദ്ധം 1999 ജമ്മു-കശ്മീരിലെ കാർഗിൽ ജില്ലയിൽ സംഘർഷം. പാകിസ്ഥാൻ സൈന്യം കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഇന്ത്യ തിരിച്ചുപിടിച്ചു. 1984 മുതൽ 2003 കാശ്മീർ മേഖലയുടെ വടക്കൻ ഭാഗത്തുള്ള തർക്കത്തിലുള്ള സിയാച്ചിൻ ഹിമാനിയെ ചൊല്ലിയുള്ള സൈനിക ഇടപെടൽ. 2001 മുതൽ 2002 ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം. 2001 ഇന്ത്യൻ പാർലമെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിനുശേഷം സംഘർഷം രൂക്ഷമായി. ഇത് സൈനിക സംഘർഷത്തിലേക്ക് നയിച്ചു. നയതന്ത്ര ശ്രമങ്ങളിലൂടെ സ്ഥിതിഗതികൾ ശാന്തമാക്കി. 2008 മുംബൈ ആക്രമണങ്ങൾ. മുംബൈയിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ ഫലമായി സംഘർഷങ്ങൾ ഗണ്യമായി വർദ്ധിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇതിന് കാരണമെന്ന് ഇന്ത്യ ആരോപിച്ചു. പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് സൈന്യത്തെ അയക്കുകയും വ്യോമസേനയെ അറിയിക്കുകയും ചെയ്തു. ഒരിക്കൽ കൂടി നയതന്ത്ര നടപടികൾ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ സഹായിച്ചു. 2016 ഉറി ആക്രമണം. കശ്മീരിലെ ഉറിയിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നിയന്ത്രണ രേഖയിലുടനീളം പ്രതികാര സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി. ഈ നടപടി സംഘർഷം കൂടുതൽ വർദ്ധിപ്പിച്ചു. 2019 പുൽവാമ ആക്രമണവും ബാലക്കോട്ട് വ്യോമാക്രമണവും. കശ്മീരിലെ പുൽവാമയിൽ CRPF വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിനു ശേഷം പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ ഇന്ത്യൻ വ്യോമാക്രമണം. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു തീവ്രവാദ സംഘടനയാണ് ആക്രമണത്തിന്റെ അവകാശവാദം ഉന്നയിച്ചത്. പാകിസ്ഥാൻ വ്യോമാക്രമണത്തിലൂടെ പ്രതികരിച്ചതോടെ ഒരു ഇന്ത്യൻ പൈലറ്റിനെ പിടികൂടി പിന്നീട് മോചിപ്പിച്ചു. ഈ സമയമത്രയും സംഘർഷം അപകടകരമായി വർദ്ധിച്ചു. 2019 ശേഷമുള്ള സംഭവവികാസങ്ങൾ. 2019 ഓഗസ്റ്റിൽ ഇന്ത്യ ജമ്മു കശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനുശേഷം സംഘർഷങ്ങൾ ഉയർന്ന തോതിൽ തുടരുകയും നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘനങ്ങൾ തുടരുകയും ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ചരിത്രം.
1947 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും 4 യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. 1947 മുതൽ 1948, 1965, 1971, 1999. 1999 കാർഗിൽ യുദ്ധം എന്നും അറിയപ്പെടുന്ന യുദ്ധം ഇരു രാജ്യങ്ങളുടെയും കൈവശം ആണവായുധങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് നടന്നത്. ഇന്ത്യയുടെ നിർണായക വിജയത്തോടെയാണ് യുദ്ധം അവസാനിച്ചത്. അതിർത്തി തർക്കങ്ങൾ, കശ്മീർ പ്രശ്നം, ജലതർക്കങ്ങൾ, ഭീകരവാദ വിവാദങ്ങൾ എന്നിവയാണ് സംഘർഷങ്ങൾക്ക് കാരണമായത്. 1971 യുദ്ധം ഒഴികെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ യുദ്ധങ്ങൾക്കും കാശ്മീർ സംഘർഷം ഉത്തേജകമായി വർത്തിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും നിരവധി സായുധ ഏറ്റുമുട്ടലുകളിലും സൈനിക സംഘർഷങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. 1966 താഷ്കെൻഡിൽ നടന്ന ചർച്ചകൾ ഇരുപക്ഷവും പ്രാദേശിക അവകാശവാദങ്ങൾ ഉപേക്ഷിക്കുകയും തർക്കപ്രദേശത്ത് നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്തു. എന്നിരുന്നാലും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ദക്ഷിണേഷ്യയിൽ സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു. ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. ഇതിന്റെ ബാക്കി വേണമെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.